വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമ്മിലെ റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന അക്കാദമിക് പേപ്പറിലെ യൂണിറ്റ് 3 ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്ന ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിങ്ങിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ഫോർമൽ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടെക്നിക്കൽസ്. ഫോർമൽ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തുകാരന് വെറും സംഭാഷണ ശൈലിയും വാക്കുകളുടെ ചുരുക്കരൂപവും മറ്റും ഉപയോഗിക്കരുത് എന്നതാണ്. ആൻഡ് ടെക്നിക്കൽ മീൻസ് അതിൻ്റെ ടോൺ നിഷ്പക്ഷമാവണം. അനുയോജ്യമായ ശൈലിയും വിഷയത്തിന് ചേർന്ന വാക്കുകളും പ്രയോഗങ്ങളും മറ്റും ഉപയോഗിക്കുക എന്നതാണ് അർത്ഥം. പലതരം എഴുത്തുകൾ പലതരത്തിലുള്ള പാരഗ്രാഫുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സയൻസ് പേപ്പറിലെ പാരഗ്രാഫ് ഹ്യൂമാനിറ്റീസിലോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലോ പാരഗ്രാഫുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഹ്യൂമാനിറ്റീസ് പലപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റൈലും ലെങ്തിയർ ആയിട്ടുള്ള പാരഗ്രാഫുമാണ് ഉപയോഗിക്കുന്നത്. സയൻസ് പേപ്പറിൽ അധികം ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും, പാക്ഡ് വിത്ത് ഇൻഫോർമേഷൻസും ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം ദ പ്രോസസ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. വിദ്യാർത്ഥികളുടെ എഴുത്തിൽ ചില വ്യത്യസ്തതകളുണ്ട്. അക്കാദമിക് അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ സാധാരണ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്: പ്രീ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. ഇപ്പോൾ നമ്മളോട് ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആണ് എഴുതുന്നതെങ്കിൽ അതിന് ചില സ്റ്റെപ്സ് അതിൽ ഇൻക്ലൂഡ് ആവണം. നമ്പർ 1, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി ഓർ ഇൻവെസ്റ്റിഗേറ്റ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ചൂസിങ് എ സബ്ജക്റ്റ് ആൻഡ് ദെൻ എ ടോപ്പിക്. ഡിസൈഡ് ഓൺ ദി ഫോക്കസ്, തിങ്ക് ഓഫ് ദി പേർപ്പസ് ആൻഡ് ദി ഓഡിയൻസ്. എന്ന് വെച്ചാൽ എന്തിനെ പറ്റിയാണ് എഴുതാൻ പോകുന്നത് എന്ന് നിശ്ചയിക്കുക. ടോപ്പിക്ക് തീരുമാനിച്ച് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് തീരുമാനിക്കുക. എഴുത്തിൻ്റെ ഉദ്ദേശം എന്ത്, ആരാണ് ഓഡിയൻസ് എന്നൊക്കെ ചിന്തിക്കുക. സെക്കൻഡ് വൺ, കളക്ട് ഇൻഫോർമേഷൻ ഫ്രം എക്സ്പേർട്ട് സോഴ്സസ്. ഡിസൈഡ് വിച്ച് ബുക്സ് ആർ ടു ബി കൺസൾട്ടഡ് ഓർ ക്വാട്ടഡ്. എക്സ്പേർട്ട് സോഴ്സിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ഏതെല്ലാം പുസ്തകങ്ങളാണ് നോക്കേണ്ടത്, അവയിൽ നിന്ന് എന്തൊക്കെയാണ് കോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുക. തേർഡ്, ഫൈനലൈസ് ദി ബേസിക് പോയിന്റ്, ഓർഗനൈസേഷണൽ പാറ്റേൺ ആൻഡ് ദി ഗ്രൂപ്പിംഗ് ഓഫ് ദി പോയിന്റ് ഫോർ പാരഗ്രാഫ്. പ്രധാന ആശയങ്ങൾ, അവ അവതരിപ്പിക്കുന്ന വിധം, പാരഗ്രാഫുകൾ എങ്ങനെയാണ് തിരിക്കേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുക. ഫോർത്ത്, സ്റ്റാർട്ട് റൈറ്റിംഗ്. ഫിഫ്ത്ത്, പ്രിപ്പയർ ദി ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ദിസ് ഈസ് ദി പ്രോസസ് ഓഫ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ റൈറ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക്, പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. പേർപ്പസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്നാണ് അർത്ഥം. അക്കാദമിക് അസൈൻമെൻറ്റുകളുടെ പേർപ്പസ് വിദ്യാഭ്യാസപരമാണെങ്കിലും പലപ്പോഴും അവയ്ക്ക് സാമൂഹികവും തൊഴിൽപരമായിട്ടുള്ളതുമായിട്ട് ഉദ്ദേശങ്ങളുണ്ട്. അതിനും പുറമെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനും വായനക്കാരെ പ്രേരിപ്പിക്കുക എന്നതാണ് മെയിൻ. നിങ്ങളുടെ എഴുത്ത് മറ്റുള്ളവരെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി തരത്തിലുള്ളതായിരിക്കണത്. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ പറയുന്ന ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈസി ടു എക്സ്പ്ലെയിൻ ഓർ ടു ഡിസ്ക്രൈബ് സംതിങ്. ഈസി ടു പെർsuade ദ റീഡർ ടു തിങ്ക് ഇൻ എ പെർട്ടിക്കുലർ വേ. ഈസി ടു ഇൻഫോം ദ റീഡേഴ്സ് അബൌട്ട് സംതിങ്. ഈസി ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദി ലീഡർ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കാദമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റുകളുടെ ഒരു ലിസ്റ്റും അവയ്ക്ക് ആവശ്യമായിട്ടുള്ള കഴിവുകളാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ആൻഡ് പാരഗ്രാഫ്, ലാബ് റിപ്പോർട്ട്സ് ആൻഡ് അതർ എക്സ്പ്ലെയിനറ്ററി റൈറ്റിംഗ്സ്. അതിൽ ഡെമോൺസ്ട്രേറ്റിംഗ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിന്തസൈസിങ് ആണ്. സെക്കൻഡ് വൺ, ക്രിട്ടിക്കൽ, ആർഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് പെർസ്വേസീവ് എസ്സേ. അതിൽ വേണ്ടത് എബിലിറ്റി ടു കൺസ്ട്രക്ട് ആർഗ്യുമെൻറ്റ്, പെർസ്വേഡിങ് അതേഴ്സ് ടു തിങ്ക് ഇൻ എ സർട്ടൻ വേ. തേർഡ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസർച്ച് റിപ്പോർട്ട്, റൈറ്റപ്പ് ഓൺ മെത്തഡോളജി. അതിൽ വേണ്ടത് ബിൽഡിംഗ് റിസർച്ച് സ്കിൽസ് ആണ്. ഫോർത്ത്, പ്രപ്പോസൽ, കേസ് സ്റ്റഡി, പ്രോബ്ലം സോൾവിങ്, ഡിസൈനിങ് സ്പെസിഫിക്കേഷൻ ഫോർ പ്രൊജക്ട്സ്. അതിൽ വേണ്ടത് പ്രിപ്പയറിംഗ് ഫോർ പ്രൊഫഷണൽ പ്രാക്ടീസ്. നിങ്ങളുടെ റൈറ്റിംഗ് അസൈൻമെൻറ്റിൻ്റെ പേർപ്പസ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷനേക്കാരൻ തീരുമാനിക്കുക. വിവിധ വിഷയങ്ങളിൽ പഠന ലക്ഷ്യങ്ങൾ പലതരമായിരിക്കും. ഒരു സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഒരു പുസ്തകം ചില ആശയങ്ങളും തിയറികളും നടപ്പുരീതികളും അനുസരിച്ച് വിശദീകരിക്കേണ്ടി വരും. ഒരു സയൻസ് വിദ്യാർത്ഥികൾക്ക് പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും വിശദീകരിക്കേണ്ടത്. ചില വിഷയങ്ങളാണെങ്കിൽ ചിന്തകളെ ഉദ്ദീപിക്കുന്ന തരത്തിലുള്ള എഴുത്തായിരിക്കും പ്രധാനം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ് തന്നെ.
അതിലെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ നീഡ്സ്, എക്സ്പെക്റ്റേഷൻ ആൻഡ് പോസിബിൾ ബിയസസ് ഓഫ് ദി ഓഡിയൻസ് whom we are addressing. So, audience analysis. In day-to-day conversation, your responses depends on who listen to you. ഈ ഒരു ആസ്പെക്റ്റിൽ ഫോർമൽ റൈറ്റിംഗ് ഡിഫറെൻ്റ് അല്ല. ഓഡിയൻസിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആർക്കാണ് എഴുതുന്നത്? ആൻഡ് വാട്ട് ഡു ഐ വാണ്ട് മൈ റീഡേഴ്സ് ടു നോ അബൌട്ട് ദ ടോപ്പിക്? വാട്ട് ഡു ഐ വാണ്ട് ദം ടു തിങ്ക് ഓഫ് ദി ടോപ്പിക്? വാട്ട് ഡു മൈ റീഡേഴ്സ് നോ അബൌട്ട് മൈ ടോപ്പിക്? ഇവയൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇൻ കേസ് ഓഫ് യുവർ കോളേജ് വർക്ക്, നമ്മുടെ ഇൻസ്ട്രക്ടറാണ് നമ്മളെ ഓഡിയൻസ്. എന്നാലും നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് കുട്ടികളോ നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള വേറെ ചിലരോ നിങ്ങളുടെ എഴുത്ത് കാണിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഇൻസ്ട്രക്ടർ ആവശ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ റീഡേഴ്സിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ മുൻവിധികൾ, പ്രായം, അവർ ഏത് വർഗത്തിൽപ്പെട്ടവരാണ്, ഏത് ലിംഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എഴുത്തിനെ സ്വാധീനിച്ചേക്കാം. നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ച് അവർക്ക് അറിവ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഒരു സെമിനാറിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഓഡിയൻസ് അത്ര എളുപ്പം സ്വീകരിച്ചെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങളും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും ഒക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് വേണം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ. നെക്സ്റ്റ്, ചൂസിങ് ആൻ അപ്രോപ്രിയേറ്റ് വോയിസ്. അക്കാദമിക് റൈറ്റിംഗ്സിൽ നിങ്ങളുടെ ആരുടെ വോയിസാണ് സ്വീകരിക്കേണ്ടത്? അപ്രോപ്രിയേറ്റുള്ള പ്രോണൗൺസ് ഇവയൊക്കെ ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ കണ്ടുപിടിച്ചു മുതലായവ നമ്മൾ ഉപയോഗിക്കാറില്ല. നിഷ്പക്ഷമായ എഴുത്താണ് നല്ലത്. ഒരു സർവനാമം ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അവർ എന്ന് ഉപയോഗിക്കുക. പക്ഷേ ചില ആത്മകഥകളിലും ചിന്തകൾ അടങ്ങിയിട്ടുള്ള എഴുത്തുകളിലും ഞാൻ എൻ്റെ എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് അവരെന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. അതൊരു വലിയ കൂട്ടം ഓഡിയൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ റൈറ്റിംഗ്സ് അവർക്കും കൂടി പ്രയോജനകരമാണെന്ന് വരുത്തി തീർക്കണം. ഇറ്റ് ഈസ് ഓൾസോ ജെൻഡർ ന്യൂട്രൽ. അവൻ എന്നോ അവൾ എന്നോ പല പ്രാവശ്യം ഉപയോഗിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ടോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ യു ഡോണ്ട് ലൂസ് യുവർ അതോറിറ്റി. യുവർ വോയിസ് മസ്റ്റ് ബി സൗണ്ട് എഡ്യൂക്കേറ്റഡ്, വെൽ ഇൻഫോംഡ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റിംഗ് ആൻഡ് റാഷണൽ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്, ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അക്കാദമിക് എസ്സേസ്. എസ്സേയുടെ ബേസിക് എയിം എന്താണെന്ന് വെച്ചാൽ ഒരു ലോജിക്കൽ വേ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൽ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. എളുപ്പമുള്ള ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ അതിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ആവശ്യമായ വിശദീകരണങ്ങളും തെളിവുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ ഒരു കോളേജ് എസ്സേകളിൽ 5 പാരഗ്രാഫാണ് ഉണ്ടാവുക. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, നെക്സ്റ്റ് 3 ഈസ് ബോഡി പാരഗ്രാഫ് ആൻഡ് ലാസ്റ്റ് വൺ കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഇതാണ് ഒരു നോർമലായിട്ടുള്ള എസ്സേൻ്റെ സ്ട്രക്ചർ. ദ മെയിൻ ഐഡിയ ഓർ പോയിന്റ് ഓഫ് എസ്സേ ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി ഫസ്റ്റ് പാരഗ്രാഫ്. ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻസ് ഒക്കെ എവിടെ കൊടുക്കാൻ പറ്റും? ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കുക. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ അത് ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുക. ബോഡി പാരഗ്രാഫിന് 3 പാർട്സ് ആണുള്ളത്. ഓരോ ബോഡി പാരഗ്രാഫും ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുത്ത ടോപ്പിക്കിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോഡി പാരഗ്രാഫിൽ 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് കാണും. ഒന്ന് ടോപ്പിക് സെൻറ്റൻസസ്, 2 സപ്പോർട്ടിംഗ് സെൻറ്റൻസസ് ആൻഡ് എ ട്രാൻസിഷൻ ടു ദി നെക്സ്റ്റ്. ബോഡി പാരഗ്രാഫിലാണ് സപ്പോർട്ടിംഗ് ഐഡിയാസും പോയിൻറ്റ്സ് ഒക്കെ അപ്പിയർ ചെയ്യുക. ഒരു 5 പാരഗ്രാഫിൻ്റെ എക്സ്റ്റൻഡ് സ്ട്രക്ചറിന് ഒരു സ്കെച്ച് കാണിക്കാം. ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് പാരഗ്രാഫ് gives background information and introduce the topic. It has the thesis statement or the main idea, then elaborate the main idea and give hints to the planning of the essay. Body paragraph number 1. First supporting idea, topic sentence to present it, substantiate or explain the supporting idea, transition to the next paragraph. Body paragraph 2. Second supporting idea, topic sentences supporting idea are substantiated, transition to the next. Body paragraph 3. Third supporting idea, topic sentences and substantiating sentences. Then last conclusion, last paragraph, rephrasing the thesis statement and summarizing the supporting ideas, final thoughts. ഒരു എസ്സേ എഴുതാനായിട്ട് 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. So next, steps in planning an essay.
Pre-writing. Understand the questions or topic, purpose and audience, brainstorming and organizing the ideas. ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഫോർ ഗെറ്റിംഗ് റെലവൻറ്റ് മെറ്റീരിയൽസ്, പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ, ഡിസൈഡ് ഓൺ ദ തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് റൈറ്റിംഗ്, ലിസ്റ്റ് ദി മെയിൻ പോയിൻ്റ് ആൻഡ് സപ്പോർട്ടിംഗ് ഐഡിയാസ്. ആദ്യത്തെ പാരഗ്രാഫും ബോഡി പാരഗ്രാഫും കൺക്ലൂഷനും ഡ്രാഫ്റ്റ് ചെയ്യുക. റിവൈസിംഗ്, ചെക്ക് ഫോർ ഇൻകൺസിസ്റ്റൻസീസ്, ടോൺ, ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ആൻഡ് റെഫറൻസ്. ഓരോ എസ്സേസും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. പ്രീ റൈറ്റിംഗ് നമുക്കൊന്നുകൂടി വിശദമായിട്ട് നോക്കാം. ടോപ്പിക്ക് ഫോക്കസ് ചെയ്യാനും ഐഡിയാസ് ഗ്യാദർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനുള്ള ഓർഡർ ഡിസൈഡ് ചെയ്യാനും ഒക്കെയാണ് പ്രീ റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുക. ഓഡിയൻസിനെ മനസ്സിലാക്കുക, ഓഡിയൻസിന് യോജിച്ച വിധത്തിൽ വേണം എഴുതാൻ. അക്കാദമിക് എഴുതുമ്പോൾ ഓഡിയൻസ് എപ്പോഴും പഠിപ്പുള്ളവരും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും ആയിരിക്കും. ബ്രെയിൻ സ്റ്റോമിങ്, സാധാരണ ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ആശയങ്ങൾ കൊണ്ടുവരലാണ് അത് ചെയ്യുന്നത്. എങ്ങനെ ഇത് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു കടലാസ് എടുക്കുക, അതിൻ്റെ നടുവിൽ വിഷയങ്ങൾ എഴുതി ഒരു വട്ടം വരയ്ക്കുക. അതിൽ നിന്ന് ആരോകൾ വരച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് എല്ലാ വാക്കുകളും ആശയങ്ങളും എഴുതുക. ഇവയെ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് പാരഗ്രാഫുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ് ആൻഡ് ഔട്ട്ലൈനിങ്. പ്രിപ്പയർ ആൻഡ് ഔട്ട്ലൈൻ. അത് റൈറ്റിങ്ങിന് ഒരു ലോജിക്കൽ ഓർഡർ കൊണ്ടുവരും. ആദ്യത്തെ പാരഗ്രാഫിലും 3 ബോഡി പാരഗ്രാഫിലും 5ാമത്തെ കൺക്ലൂഷൻ പാരഗ്രാഫിലും ഇതെല്ലാം ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുക. ഈ ഒരു ഔട്ട്ലൈൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, എയിം, തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ബോഡി പാരഗ്രാഫ് നമ്പർ 1 പോയിൻറ്റ്സ്, ബോഡി പാരഗ്രാഫ് നമ്പർ 1 പോയിൻറ്റ്സ്, ബോഡി പാരഗ്രാഫ് നമ്പർ 2 പോയിൻറ്റ്സ്, ബോഡി പാരഗ്രാഫ് 3 പോയിൻറ്റ്സ്, കൺക്ലൂഷൻ, കൺക്ലൂഡിംഗ് റിമാർക്സ്. നെക്സ്റ്റ്, റൈറ്റിംഗ് എ തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ്. തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എസ്സേൻ്റെ ഒരു ബാക്ക് ബോണാണ്. ഇറ്റ് ഹോൾഡ് ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി എസ്സേ ടുഗെദർ. റീഡേഴ്സിനോട് ഈ എസ്സേ എന്തിനു പറ്റിയാണെന്ന് ഇത് പറയും. ആദ്യത്തെ പാരഗ്രാഫിൽ അത് എവിടെ വരണം എന്നുള്ളത് ഒരു കൃത്യമായ ഒരു നിർബന്ധവും ഇല്ല. ബട്ട് അത് ഷോർട്ടായിരിക്കണം, ക്ലിയർ ആൻഡ് പ്രിസൈസും ആയിരിക്കണം. ഒരു തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുത്തുകാരൻ്റെ നിലപാട് കാണിക്കുന്നു. എസ്സേയുടെ ടോണും ഉദ്ദേശവും അത് വ്യക്തമാക്കുന്നുണ്ട്. വളരെ കടുത്ത അഭിപ്രായങ്ങളും മറ്റും പറയാതിരിക്കുക. പറയാൻ പാടില്ലാത്ത ചില ഉദാഹരണങ്ങൾ പറയാം. പ്ലാഗ്യാരിസം, കോപ്പിയടി എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ട്. മീഡിയയുടെ വിദ്യാർത്ഥികളോടുള്ള സമീപനം കുറ്റകരമായിട്ടുള്ളതാണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ഉപയോഗിക്കുന്ന ഇവാലുവേഷൻ പാറ്റേണുകൾ മുഴുവൻ തെറ്റാണ്. ഇതേപോലെ തന്നെ എല്ലാവരും അറിയുന്ന ചില വസ്തുക്കളും തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല. സ്മോക്കിംഗ് കോഴ്സസ് ലങ് ക്യാൻസർ. ദർ ആർ മെനി പൊല്യൂട്ടിംഗ് ഫാക്ടറീസ് അലോങ് ഗംഗ. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കോഴ്സസ് ടു ഡിക്കേ. ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. Next, supporting the thesis statement with evidence. Evidence includes explanation, details, examples, quotation from reliable sources, opinion from experts, facts, statistics, illustration, and personal observations. Source of evidence textual ആവാം, primary ആവാം, and secondary ആവാം. ടെക്സ്റ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് പോയം, ഡ്രാമ, നോവൽസ് ആൻഡ് സ്റ്റോറീസ്, അതേപോലെ മൂവീസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ടെക്സ്റ്റൽ എവിഡൻസ് എന്ന് പറയുന്നത്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. പിന്നെ എക്സ്പേർട്ട് ഒപ്പീനിയൻ, ക്രിട്ടിക്കൽ കമൻറ്റ്സ് ആൻഡ് റിവ്യൂസ് ഒക്കെ സെക്കൻഡറി എവിഡൻസ് ആണ്. ചില സെക്കൻഡറി എവിഡൻസുകൾ ലിസ്റ്റ് പറയാം. സ്കോളർലി ജേർണൽസ്, ബുക്സ്, സ്കോളർലി എസ്സേ, ഇൻ്റർവ്യൂസ്, റിപ്പോർട്ട്സ് ഫ്രം ട്രസ്റ്റ്വർത്തി ഏജൻസീസ്, റിവ്യൂ പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്, official website of educational institution, videos of lectures by eminent scholars, dissertation and project work, conference proceeding and reputed magazine and newspaper articles. നെക്സ്റ്റ് നമുക്ക് നോക്കാം റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്. എസ്സേയിലെ ഓരോ പാരഗ്രാഫും ചെയിനിലെ ലിങ്കുകളാണ്. ഓരോ പാരഗ്രാഫും ഒരാശയം പൂർണ്ണമായി നൽകുകയും അത് ശരിയായ വിവരണങ്ങളെ കൂടിയും ഉദാഹരണങ്ങളോട് കൂടിയും സമർത്ഥിക്കേണ്ടതുമുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എ പാരഗ്രാഫ് പ്രസൻറ്റ് 1 ഐഡിയ. എ പാരഗ്രാഫ് മേ ബി ബിറ്റ്വീൻ 5 to 10 സെൻറ്റൻസ്. ഈച്ച് പാരഗ്രാഫ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദി മെയിൻ ടോപ്പിക്. ഒരു പാരഗ്രാഫിൽ നിന്ന് മറ്റ് പാരഗ്രാഫിലേക്കുള്ള മാറ്റം കാണിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് therefore, thus, however, hence, furthermore, nevertheless, consequently, still, moreover, and meanwhile. The topic should not be too narrow or too broad. Let there be a variation in the vocabulary. Every sentence has a function. It can be topic sentence, substantiation, transition, or conclusion. Don't make a vague
generalizations like all boys are lazy. Then writing concluding paragraph. It usually begins with a phrase like to conclude, to sum up, in summary, in conclusion, or finally. Rephrase the thesis statement. Make a conclusion given your view on the topic. There are only 3 sentences in the paragraph. The first sentence shows it is the concluding paragraph. The second sentence rephrase the thesis statement, and the last sentence states your view on the topic. That's all about this unit. Thanks for watching.